എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം ബാലേന്ദ്രൻ അലീനെ കാണുമ്പം അലീനോട് ഇങ്ങനെ വിഷമത്തോടെ പറയുവാണ്, മോളെ ഇങ്ങനെ തന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്, പക്ഷേ സമയവും സന്ദർഭവും ഒക്കെ മാറിപ്പോയെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുവാണ്. എന്നിട്ട് നമുക്കിനി ഇറങ്ങിയാലോ, വേറെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ പുറത്തേക്ക് പോയി കഴിയുമ്പം അവിടെ രോഹിത് നിൽപ്പുണ്ടല്ലോ. അലീന ഭയങ്കര വിഷമത്തോടെ രോഹിത്തിനോട് പറയുവാണ്, മോനെ 2 അനിയത്തിമാരെ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്, നീ അവരെ നന്നായിട്ട് നോക്കിക്കോണം. പിന്നെ അച്ഛൻ്റെ കാര്യം നിനക്കറിയാലോ, അച്ഛൻ്റെ ഒപ്പം നീ നിന്നോണം. നമ്മളെല്ലാവരും ഇടയ്ക്ക് മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, അച്ഛൻ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്, അത് നീ മറന്നു പോകരുത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും ഇങ്ങനെ വിങ്ങിപ്പൊട്ടി നിൽക്കുവാട്ടോ രോഹിത്തും പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല, അവൻ ഇതെല്ലാം കേട്ട് നിൽക്കുന്നുള്ളൂ. പക്ഷെ നമുക്ക് ആ മുഖം കാണുമ്പോൾ പറയാം ഭയങ്കരമായ സങ്കടത്തെ കടിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കുവാണ് എന്ന്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, നിന്നെ ഞാൻ ഉപദേശിക്കുന്നൊന്നുമില്ല, നീ ഇനി തെറ്റൊന്നും ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പ് തന്നേക്കുന്നതല്ലേ, അത് എനിക്ക് വിശ്വാസമാണ് മോനെ, നീ എല്ലാം നോക്കിക്കോണം കേട്ടോ, ചേച്ചി പോവുക, നിങ്ങളെ കാണാനൊക്കെ ആയിട്ട് ഞാൻ ഇടയ്ക്ക് വരാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാലും അലീനയ്ക്കും ഭയങ്കര സങ്കടമാണ്. അത് കഴിഞ്ഞ് പോവാട്ടോടാ മോനെ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറഞ്ഞിട്ട് ബാഗ് എടുക്കാൻ തുടങ്ങുവാണ് അലീന പുറത്തേക്ക് പോകാൻ വേണ്ടി. അന്നേരം രോഹിത് ആ ബാഗ് എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് കൃഷ്ണമോള് വരും. കൃഷ്ണമോളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും റൂമിൽ നിന്ന് ബബിത ഒന്ന് പുറത്തേക്ക് വരും കേട്ടോ. അന്നേരം അലീന ബബിതയുടെ അടുത്തോട്ട് ചെല്ലുക. അന്നേരം ബബിത ദേഷ്യപ്പെട്ട് ചോദിക്കും, എന്നാത്തിനാണ് വന്നത്, യാത്ര ചോദിക്കാനാണോ? എന്നോട് ആരും യാത്ര ചോദിക്കുന്നതും വേണ്ട, അതെനിക്ക് ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പം, മോളെ ഞാൻ എല്ലാവരോടും യാത്ര ചോദിക്കേണ്ടതെന്ന് ചോദിക്കുമ്പം എന്നോട് വേണ്ടാന്ന് പറഞ്ഞില്ലേ, എനിക്കത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ബബിത റൂമിലോട്ട് പോയി കഴിയുമ്പോൾ ഇങ്ങനെ ആകെ വിഷമിച്ച് നോക്കി നിൽക്കുവാണ് അലീന. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, അത് കാര്യമാക്കണ്ട, അവളുടെ സ്വഭാവം അങ്ങനെയാണെന്ന് ചേച്ചിക്ക് അറിയാവുന്നതല്ലേ, സാരമില്ല എന്ന് പറയുവാണ്. അന്നേരം അലീന കൃഷ്ണമോളോട് പറയുന്നുണ്ട്, മോളെ നീ എല്ലാ കാര്യങ്ങളും നോക്കിക്കോണം കേട്ടോ, നന്നായിട്ട് പഠിച്ചോണം, അതുപോലെ അച്ഛൻ്റെ കാര്യങ്ങൾ ഇനി എല്ലാം നീ നോക്കിക്കോണം, നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ, ചേച്ചി പറഞ്ഞു തന്നേക്കുന്ന പോലെ എല്ലാം ചെയ്തോണം. പിന്നെ അമ്മ തിരിച്ചു വന്നതിന് ശേഷം അച്ഛനോട് ദേഷ്യപ്പെട്ട് എന്തെങ്കിലും സംസാരിക്കുകയോ വഴക്കുണ്ടാക്കാൻ പോവോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മോള് അമ്മയെ തണുപ്പിച്ചോണം, മോൾക്കെല്ലാം അറിയാവുന്നതാണല്ലോ, പിന്നെ മോൾക്കെല്ലാം അറിയാം എന്നുള്ള കാര്യം അച്ഛനും അറിയാം, അതുകൊണ്ട് എല്ലാം മോള് ശ്രദ്ധിച്ചോണം എന്നൊക്കെ പറയുവാണ്. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, എനിക്ക് ഭയങ്കര വിഷമമാവുക ചേച്ചി, സങ്കടം വരുക എനിക്ക് എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, മോള് വിഷമിക്കുകയൊന്നും വേണ്ട, എനിക്കറിയാലോ ഇത് എൻ്റെ വീടാണ്, ഈ വീട്ടിലുള്ളതെല്ലാം എൻ്റെ കൂടപ്പിറപ്പുകളും അച്ഛനും അമ്മയും ഒക്കെയാണ് എന്ന് എനിക്കറിയാലോ, എവിടെ പോയാലും ഇതാണ് എൻ്റെ വീടെന്നുള്ള ആ ഒരു ബോധ്യം എൻ്റെ മനസ്സിലുണ്ട്, അതുകൊണ്ട് മോള് വിഷമിക്കുകയൊന്നും വേണ്ട, എന്നെങ്കിലും നമ്മൾ ഇനിയും കാണും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. അന്നേരം ഇങ്ങനെ പറയുമ്പം കൃഷ്ണമോള് പറയുന്നുണ്ട്, ചേച്ചി ഇനി ഒന്നും കൂടുതലായിട്ട് പറയണ്ട, പൊയ്ക്കോ, അല്ലെങ്കിൽ എനിക്കിനി സങ്കടം സഹിക്കാൻ മേലാണ്ട് വരുമെന്ന് പറയുന്നു. അന്നേരം കൃഷ്ണമോളെയും ഒന്ന് ചേർത്ത് പിടിച്ച് നെറുകയിൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവരിങ്ങനെ പുറത്തേക്ക് പോരുവാട്ടോ. പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്കും ബാലേന്ദ്രൻ കാറിൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, ഇനി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പോയാലോ, കുറച്ച് ദൂരം യാത്ര ചെയ്യാനുണ്ട് എന്നിങ്ങനെ പറയുവാണ്. അന്നേരം അലീന കൃഷ്ണമോളെയും രോഹിത്തിനെ ഇങ്ങനെ നോക്കിയിട്ട് അകത്തേക്ക് നോക്കുവാണ്. രോഹിത്ത് ബാഗെല്ലാം എടുത്ത് വണ്ടി വെച്ചു കേട്ടോ. അന്നേരം കൃഷ്ണമോൾക്ക് മനസ്സിലായി ബബിതയെ കാണാത്തതുകൊണ്ടാണ് അലീന ഇങ്ങനെ നിൽക്കുന്നതെന്ന്. അന്നേരം ബബിതേച്ചി ഞാൻ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് കൃഷ്ണമോള്. അന്നേരം അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മോളെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പോകണം കേട്ടോ, കുറച്ച് ദൂരം യാത്ര ചെയ്യാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും ആകെ വിഷമത്തിലാണ് ബാലേന്ദ്രനും. ഏതായാലും കൃഷ്ണമോൾ അകത്തേക്ക് ചെല്ലുന്നു. ബബിതയുടെ റൂമിൽ ചെല്ലുമ്പോൾ ബബിത ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. അന്നേരം ചേച്ചി ഇതേ അലീന ചേച്ചി ഇറങ്ങാറായി, അങ്ങോട്ട് വരാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ വരുന്നില്ല എന്ന് പറയും. എന്നിട്ട് ഇത് എന്ത് സ്വഭാവമാണ് ചേച്ചി, അങ്ങോട്ട് വാ എന്ന് പറയുമ്പോൾ നിന്നോട് പറഞ്ഞില്ലേ എനിക്ക് ആരോടും യാത്ര പറയാനില്ല എന്ന്, പിന്നെ നീ എന്തിനാ എന്നെ നിർബന്ധിക്കുന്നത്, നീ പൊക്കെ എന്നിങ്ങനെ പറയുവാണ്. അന്നേരം കുറച്ചേരം ഇങ്ങനെ വിഷമിച്ച് നോക്കി നിൽക്കും കൃഷ്ണമോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്ത്. അന്നേരം പുറത്ത് നിന്ന് രോഹിത്ത് അലീനയോട് പറയുന്നുണ്ട്, അവൾ ഇനി വരുമെന്ന് തോന്നുന്നില്ല, അവൾക്ക് ഇതൊന്നും താങ്ങാൻ പറ്റില്ല ചേച്ചി, അവൾ വരികയില്ല, പൊയ്ക്കോ ചേച്ചി എന്നിങ്ങനെ പറയുന്നു. അന്നേരം അലീന പ്രതീക്ഷയോടെ അകത്തേക്ക് നോക്കുവാണേ. അന്നേരം കൃഷ്ണമോൾ ഇറങ്ങി വരുന്ന കാണുന്നു. അപ്പോൾ കൂടെ ബബിത ഇല്ല. അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട്, ബബിതേച്ചി ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു എന്ന്. അന്നേരം വിഷമമായി അലീനയ്ക്ക്. അന്നേരം ബാലേന്ദ്രൻ പറയും, വന്നില്ല അല്ലേ, സാരമില്ല, വന്ന് വണ്ടിയിൽ കയറി നമുക്ക് പോകാമെന്ന്. അങ്ങനെ അലീന ഒന്നുകൂടെ രണ്ടുപേരെ ഇങ്ങനെ നോക്കുന്നു. ഒന്നും സംസാരിക്കുന്നൊന്നുമില്ല, പക്ഷെ അവരുടെ വിഷമം കണ്ടാൽ അറിയാം സംസാരിച്ച് പോയിട്ടുണ്ടെങ്കിൽ കരയും ആ ഒരു അവസ്ഥയിലാണ് എന്ന്. അലീന പയ്യെ നടന്നു വന്ന് വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുവാണ്. കയറുന്നതിന് മുമ്പ് ഒന്നുകൂടെ നോക്കുന്നുണ്ട് ബബിത വരുന്നുണ്ടോ എന്ന്. എന്നിട്ട് വണ്ടിയിലേക്ക് കയറിയിരിക്കുന്നു. കയറിയിരുന്ന് കഴിയുമ്പോഴത്തേക്കും ബാലേന്ദ്രൻ സീറ്റ് ബെൽറ്റ് ഇട്ടു എന്ന് പറയുന്നു. സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് വണ്ടി പയ്യെ മൂവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അലീന ഗ്ലാസ് താത്തിയിട്ട്
പുറത്തേക്ക് കൈയിട്ട് അവർക്ക് ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്. അന്നേരം അലീന ദൂരേക്ക് അകത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ ബബിത വരുന്നുണ്ടോ എന്ന്. ഈ സമയം ബബിതയ്ക്ക് അകത്ത് ഇരിക്കപ്പുറത്തില്ല. അവൾ ഓടി റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ദൂരേക്ക് വണ്ടി പോകുന്നത് ഇങ്ങനെ കാണുന്നുണ്ട് ബബിത അകത്ത് നിന്ന്. അത് കഴിഞ്ഞ് വിഷമിച്ച് ബബിതയും റൂമിലേക്ക് തന്നെ കയറി പോകുന്നു. ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാണ് കൃഷ്ണമോളും അതുപോലെ രോഹിതും. രണ്ടുപേർക്കും ഭയങ്കര സങ്കടമാണ്. പിന്നെ കൃഷ്ണമോൾക്ക് സങ്കടം കൂടി കരയുന്ന അവസ്ഥയാകുമ്പോഴേക്കും ചേർത്ത് പിടിക്കുന്നൊക്കെയുണ്ട് രോഹിത്. അവിടുന്ന് അകത്തേക്ക് കയറി വരുന്ന കൃഷ്ണമോള് ബബിതയുടെ റൂമിലോട്ട് ചെല്ലും. എന്നിട്ട് ചേച്ചി പോയി എന്നിങ്ങനെ പറയുക. അന്നേരം ഒന്നും മിണ്ടുന്നില്ല ബബിതയ്ക്ക് സങ്കടം വന്നിട്ട് ഇങ്ങനെ വിങ്ങിപ്പൊട്ടി നിൽക്കുക. കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകി അതങ്ങ് തുടച്ച് കൃഷ്ണമോളെ കാണിക്കാതെ നിൽക്കുവാണ്. അന്നേരം കൃഷ്ണമോള് ചോദിക്കും ചേച്ചി കരയുമായിരുന്നു എന്ന്. അന്നേരം ആര് കരഞ്ഞു? ഞാൻ കരഞ്ഞൊന്നുമില്ല എന്ന് പറയുമ്പോൾ കണ്ണൊക്കെ നിറഞ്ഞിരിപ്പുണ്ടല്ലോ എന്ന് പറയുമ്പോൾ എവിടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു? നീ നിനക്ക് പാട് നോക്കി ഒന്ന് പൊക്കേ എന്ന് പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെടുവാണ്. അന്നേരം കൃഷ്ണമോള് അതെന്താ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ നിന്നോട് ഇവിടുന്ന് പോകാനല്ലേ പറഞ്ഞത് എന്നിങ്ങനെ പറയുന്നു. കൃഷ്ണമോൾ അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ബബിത അങ്ങ് പൊട്ടിപ്പോവാണ്. കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നു. ആകെ സങ്കടപ്പെട്ട് വിഷമം കടിച്ചമർത്തി ഇങ്ങനെ നിൽക്കുവാണ് ബബിത. പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രനും അലീനയും കൂടെ വണ്ടിയിലങ്ങ് പോകുന്നതാണ്. അലീനയ്ക്ക് ഭയങ്കര സങ്കടമാണല്ലോ. വണ്ടിയിലിരുന്നും കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകുന്നുണ്ട്. അതൊക്കെ തുടച്ചിങ്ങനെ ഇരിക്കുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് മോളെ ഇത്രത്തോളം വിഷമം സഹിച്ചാണ് നീ ആ വീട്ടിൽ നിന്ന് പോരുന്നതെങ്കിൽ എന്തിനു വേണ്ടിയാണ്, എന്ത് നേട്ടത്തിന് വേണ്ടിയാണ് ഇതെല്ലാം സഹിച്ച് ഇങ്ങനൊരു യാത്ര? ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? മോള് തന്നെയാണ് പറഞ്ഞത് ഇനി ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, അവിടുന്ന് പോകണമെന്ന്. അങ്ങനെ മോൾ ഉറപ്പിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനൊരു യാത്ര തന്നെ വേണ്ടി വന്നത് എന്നൊക്കെ പറയുമ്പം അലീന ഇങ്ങനെ സങ്കടപ്പെട്ട് ബാലേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കുവാണേ. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ ഈ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എനിക്ക് വേണ്ടിയോ വൈജയന്തിക്ക് വേണ്ടിയോ കടപ്പാട്ടൂരും കൈതക്കിലും ഉള്ള ആൾക്കാരുടെ നന്മയ്ക്ക് വേണ്ടിയോ ആണ് എന്ന് പറഞ്ഞാൽ ഞാനത് സമ്മതിച്ചു തരികയില്ല. ചില ആൾക്കാരുടെ താൽക്കാലിക വിജയത്തിന് വേണ്ടി മാത്രമാണ് ഈ യാത്ര. കുറച്ച് നാളത്തേക്ക് വൈജയന്തിയുടെ മനസ്സിൽ അവൾ വിജയിച്ചതായിട്ട് തോന്നും. അതല്ലാതെ അതിനപ്പുറം ആർക്കെന്ത് നേട്ടമാണ് മോളെ ഈ യാത്ര കൊണ്ട് ഉണ്ടാകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം സങ്കടപ്പെട്ട് അലീന പറയുന്നുണ്ട് അച്ഛാ ഈ ഒരു യാത്ര ആരുടെയും താൽക്കാലിക നേട്ടത്തിന് വേണ്ടിയല്ല എന്ന് അച്ഛനെങ്കിലും അറിയാലോ, അതുകൊണ്ട് അച്ഛൻ അങ്ങനെ പറയല്ലേ എന്ന് പറയുവാണ്. എന്നിട്ട് പറയുന്നുണ്ട് അച്ഛൻ പറഞ്ഞതെല്ലാം നേരാണ്. ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടാണ് ആ വീട് വിട്ടിറങ്ങിയത്. അവിടെ നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് ഒരുപാട് കൊതിയുണ്ടായിരുന്നു. എൻ്റെ അച്ഛനെയും അമ്മയും എൻ്റെ കൂടപ്പറപ്പിനെയും എൻ്റെ വീടും ഒക്കെ വിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത് എന്ന് പറയുമ്പോഴേക്കും ബാലേന്ദ്രന് സങ്കടം വരുവാണ്. ബാലേന്ദ്രൻ ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുവാണേ. അന്നേരം അലീന പറയുന്നുണ്ട് എനിക്കറിയാം ഞാൻ അവിടുന്ന് പോന്നു കഴിയുമ്പോൾ എല്ലാവർക്കും വിഷമമാണ് എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ അച്ഛൻ പിടിച്ച് നിൽക്കണം കേട്ടോ. അച്ഛൻ സന്തോഷത്തോടെ ഇരിക്കണം, അച്ഛൻ ഹാപ്പി ആയിട്ടിരിക്കണം. അച്ഛൻ ഹാപ്പി ആയിട്ട് ഇരുന്നാലേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നേരെ ആവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും ബാലേന്ദ്രന് ഭയങ്കര സങ്കടമാണ്. അന്നേരം അലീന പറയുന്നുണ്ട് അച്ഛനറിയാവോ ഞാൻ എന്തോരം സന്തോഷിച്ചിട്ടുണ്ടെന്ന്. അച്ഛൻ എല്ലാവരോടും എൻ്റെ സ്വന്തം മോളാണ് അലീന എന്ന് പറയുമ്പം ആ സന്തോഷം എൻ്റെ മുഖത്ത് ഇപ്പോഴും ഇല്ലേ എന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങോട്ട് നോക്കി എന്ന് പറഞ്ഞിങ്ങനെ ചിരിക്കുവാണ് അലീന. അന്നേരം അലീനയുടെ ആ ചിരിയൊക്കെ കണ്ടിട്ട് ബാലേന്ദ്രൻ ചോദിക്കുക നിൻ്റെ ഈ ചിരി കണ്ടിട്ടാണോടി എൻ്റെ മാനസപുത്രിയാണ് നീ എന്ന് ബബിത എപ്പോഴും പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നു. അന്നേരം അലീനയ്ക്ക് ആ കാര്യമൊക്കെ ഓർക്കുമ്പോൾ ഒരു സന്തോഷം ഒരു ചിരിയൊക്കെ വന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അച്ഛൻ സന്തോഷമായിട്ടിരിക്കണം കേട്ടോ, അച്ഛൻ ഹാപ്പി ആയിട്ടിരുന്നാൽ മാത്രമേ എനിക്ക് സന്തോഷം കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നു. അന്നേരം ബാലേന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല. നല്ല സങ്കടം വരുന്നുണ്ട്. അലീന ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴും കരഞ്ഞു പോകാതിരിക്കാൻ ബാലേന്ദ്രൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ അലീന പറയുന്നതെല്ലാം കേട്ട് അവർ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനിടയ്ക്ക് ഗംഗാധരനെയും ശിവനെയും കാണിക്കുന്നുണ്ട്. ശിവൻ ഗംഗാധരനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഗംഗേട്ടൻ്റെ പ്ലാൻ? വൈജയന്തി ഇവിടുന്ന് പോയതിന് ശേഷം പോകാനാണ് ഉദ്ദേശിച്ചേക്കുന്നത് എന്ന് ചോദിക്കുമ്പം അതങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അവൾ ഇവിടുന്ന് അങ്ങോട്ട് ചെന്നതിന് ശേഷം പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നറിയില്ലല്ലോ, അതിനും ഒന്ന് ഉപദേശിച്ച് വേണ്ടേ വിടാൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ശിവൻ പറയുന്നുണ്ട് അവളെ ഉപദേശിച്ച് നേരെ ആക്കുന്നതിനേക്കാൾ ഭേദപ്പെട്ട ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി ബാലേന്ദ്രൻ്റെ വായിൽ നിന്ന് നമ്മളങ്ങ് കേൾക്കുന്നതാണ്, അതായിരിക്കും സേഫ്, അതായിരിക്കും നല്ലത്. അല്ലാതെ വേറെ ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പം ഗംഗാധരൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ഇനിയും പ്രശ്നങ്ങളുണ്ടായാൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പം ശിവൻ പറയുന്നുണ്ട് അതൊന്നും ഓർത്ത് ഗംഗേട്ടൻ ടെൻഷൻ ആകണ്ട, ഞാനിവിടെ ഉണ്ടല്ലോ എന്ന്. അന്നേരം ഗംഗാധരൻ ചോദിക്കും നീ ഇനി തിരിച്ചു പോകുന്നില്ലേ എന്ന്. അന്നേരം ശിവൻ പറയുവാണ് എനിക്കങ്ങനെ പെട്ടെന്ന് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. വൈജയന്തിയുടെ കാര്യം മാത്രമല്ല ആ ഹരി അവനും എങ്ങനെയെങ്കിലും ഒരു ജാമ്യം നേടിയെടുക്കണ്ടേ, അതിനുള്ള കാര്യങ്ങളും ചെയ്തിട്ട് മാത്രമേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോഴും അവിടെ ജോലി ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഗംഗേട്ടന് പിന്നെ
ജോലി പോകും എന്നുള്ള പേടിയില്ലല്ലോ എന്ന് പറയുമ്പം ഗംഗാധരൻ പറയുന്നുണ്ട്, ജോലി പോകും എന്നുള്ള പേടിയില്ല, പക്ഷെ ഭാര്യ പോകുമോ എന്നെനിക്കറിയില്ല. ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് ആകെ ദേഷ്യമാവും. ഇപ്പം അവൾ പല കാര്യങ്ങളിലും എൻഗേജ്ഡ് ആയിരിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമില്ല, അല്ലെങ്കിൽ അതും സീനായേനെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശിവൻ പറയുന്നുണ്ട്, ഇനി എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് രാജീവനെ വിളിച്ചോളാം, അല്ലെങ്കിൽ മനു ഇവിടെ ഉണ്ടല്ലോ, മനു എങ്ങനെയെങ്കിലും ഒന്ന് സമാധാനപ്പെടുത്തി വിട്ടോളും ബാലേന്ദ്രനെ, അവൻ അതിനുള്ള കഴിവൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറയുവാണ്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അങ്ങോട്ട് ഭയങ്കര സന്തോഷത്തോടെ കമല വരുവാണ്. എന്നിട്ട് പറയുക, നിങ്ങൾ അറിഞ്ഞോ അതേ അവൾ പോയി, ഇനി ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുമ്പോൾ, ആര് പോയ കാര്യമോ നീ പറയുന്നത് എന്ന് ചോദിക്കും. അന്നേരം കമല പറയുവാണ്, ആ അലീന അവൾ പോയി, ആ കാര്യം ഞാൻ ഇപ്പോൾ അറിഞ്ഞുള്ളൂ, രഞ്ജു ബബിതയെ വിളിച്ചായിരുന്നു, അന്നേരമാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞത്, വേറെ ഒരു കാര്യവും ഞാൻ പിന്നെ ചോദിച്ചില്ല, അവൾ പോയെന്ന് അറിഞ്ഞ് സന്തോഷത്തിൽ ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുമായിരുന്നു എന്ന് പറയും. അന്നേരം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാണ് പോയതെന്നും എല്ലാം അറിഞ്ഞോ എന്ന്. അന്നേരം അതൊന്നും അറിയത്തില്ല, എവിടേക്കോ ബാലേന്ദ്രൻ അവളെ കൊണ്ട് വിട്ടിട്ടുണ്ട്, ഏതായാലും ഈ കുടുംബത്തിൽ നിന്ന് അവൾ പോയല്ലോ, ഇനി ഈ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുകയില്ല, അവൾ ഒറ്റ ഒരുത്തി കാരണമാണ് ഈ കുടുംബം ഇങ്ങനെ ആയത്, ഈ വീട്ടിലും നെടുമ്പുരിക്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവളെ ഒറ്റ ഒരുത്തി കാരണമാണ്, അവളുടെ കാലെടുത്ത് വെച്ചതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായത്, ഇനിയിപ്പം സമാധാനമായിട്ട് മുന്നോട്ട് പോകാം, ഇനി നിങ്ങൾ നോക്കിക്കോ, ഈ രണ്ട് വീട്ടിലും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകുകയില്ല എന്ന് പറയുക. അന്നേരം ശിവൻ ചോദിക്കുന്നുണ്ട്, ശിവൻ പറയുവാണ്, അത് നേരെ, ഇനിയിപ്പോൾ ഈ വീട്ടിലും ആ വീട്ടിലുള്ള എല്ലാവർക്കും വേറെ പുതിയ ബിസിനസ്സോ എന്ത് വേണമെങ്കിലും തുടങ്ങാം, എല്ലാം വെച്ചിട്ട് കയറ്റമായിരിക്കും, അലീന ഇല്ലല്ലോ അല്ലേ എന്നിങ്ങനെ പറഞ്ഞ് കളിയാക്കുക. അന്നേരം കമല പറയുന്നുണ്ട്, നിങ്ങൾ കളിയാക്കുമൊന്നും വേണ്ട, അവൾ ഇവിടുന്ന് പോയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണ്, അതിന് പല കാരണങ്ങളും ഉണ്ട്, എൻ്റെ മോനെ കൈയും കാലും ഒക്കെ കാണിച്ച് കണ്ണുമൊക്കെ കാണിച്ച് അവൾ മയക്കി എടുത്തേക്കുമല്ലായിരുന്നോ, ഇനിയിപ്പം ഇതൊക്കെ എങ്ങനെയാണ് നടക്കണമെന്ന് എനിക്ക് അറിയണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര സന്തോഷം കാണിക്കുവാണ്. അതുപോലെ പറയുന്നുണ്ട്, ഹരി ജയിലിൽ പോകാൻ പോലും കാരണം അലീനയാണ് എന്ന്. അന്നേരം ഗംഗാധരൻ ചോദിക്കും, എന്തിനാ കമലെ ഇങ്ങനെ കണ്ണടച്ച് ഇരുട്ടാക്കുന്നത്, ഹരി ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണ്, അവൻ ചെയ്ത കുറ്റത്തിൻ്റെ വലിപ്പം അത്രത്തോളം ഉള്ളതുകൊണ്ടാണ് അവൻ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നത്, അത് നമ്മൾ മനസ്സിലാക്കി തെറ്റ് തിരുത്തുകയാണ് വേണ്ടത്, അല്ലാതെ അതിനെ വീണ്ടും ന്യായീകരിക്കുകയല്ല വേണ്ടത് എന്ന് പറയുമ്പം ഗംഗാധരനോട് എതിർത്ത് പറയാൻ മേലാത്തത് കൊണ്ട് അങ്ങ് അടങ്ങുന്നു. അന്നേരം ശിവൻ പറയുന്നുണ്ട്, ഏതായാലും നിനക്കൊക്കെ സമാധാനമായല്ലോ, ഇനി പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ, ഒരു പ്രശ്നമില്ല, എനിക്ക് സമാധാനമായി, അതിനിപ്പം നിങ്ങൾ എന്തൊക്കെ രീതിയിൽ ന്യായീകരിച്ചാലും എനിക്ക് സമാധാനം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കമല അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ദേഷ്യത്തോടെ ശിവൻ പറയുക, ഇത് എന്തൊരു ജന്മമാണ് എന്ന്. അന്നേരം ഗംഗാധരൻ ചോദിക്കും, നീ എന്തിനാ അവളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്, ഉപദേശിച്ചിട്ട് കാര്യമില്ലെങ്കിൽ അതങ്ങ് വിട്ടാൽ പോരെന്ന് ചോദിക്കുമ്പം, അയ്യോ ഞാൻ അങ്ങനെ ചെയ്തതിൻ്റെയാണ് എൻ്റെ മകനിപ്പം ജയിലിൽ കിടക്കുന്നത്, അന്നേ കാരണം തീർത്തൊരെണ്ണം കൊടുക്കേണ്ടതായിരുന്നു, അത് ഞാൻ ചെയ്തില്ല, ഇപ്പോഴും ചെയ്യാം, പിന്നെ അതിൻ്റെ ബാക്കി ഞാൻ തന്നെ അനുഭവിക്കണമല്ലോ എന്നോർത്ത് ഞാനങ്ങ് വേണ്ടെന്ന് വെക്കുന്നതാണ്, രണ്ടെണ്ണം തിരിച്ചു പറയുമ്പം നമുക്കൊരു മനസ്സുഖമെങ്കിലും കിട്ടുമല്ലോ ഗംഗേട്ട എന്ന് പറയുന്നു. ഏതായാലും ഇതെല്ലാം കഴിഞ്ഞ് ഇനി വൈജയന്തിയോട് നമുക്കൊന്ന് സംസാരിക്കാം, അവളെ ഇവിടെ നിന്ന് കൊണ്ടുവിടണമല്ലോ അപ്പുറത്തേക്ക്, അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന അവരെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്. പിന്നെ പ്രമോ കാണിക്കുന്നുണ്ട്, പ്രമോയിൽ കമല വൈജയന്തിയോട് പോയി പറയുന്നുണ്ട്, നിൻ്റെ മക്കളും ഭർത്താവും ഒന്നും അത്ര സന്തോഷത്തോടെയല്ല അലീനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടേക്കുന്നത്, ഇനിയും അവൾ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും കൈനീട്ടി സ്വീകരിക്കുമെന്ന് പറയുമ്പം വൈജയന്തി പറയുവാണ്, ഇനി ഒരിക്കലും അവൾ ആ വീടിൻ്റെ പടി ചവിട്ടിയല്ല, അത് വൈജയന്തി നൽകുന്ന ഉറപ്പാണ് എന്ന്. ഭയങ്കര കട്ടക്കലിപ്പിലാട്ടോ ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് വൈജയന്തി ബബിത വിളിക്കുമ്പോൾ നല്ലത് ബബിതയുടെ വായിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ബബിത ചോദിക്കുന്നുണ്ട്, ഈ വീട്ടിൽ ആ ചേച്ചി നിന്ന സമയം അത്രയും അമ്മ സമാധാനം കൊടുത്തിട്ടില്ല, ഈ വീട്ടിൽ നിന്ന് അമ്മ അങ്ങോട്ട് പോയപ്പോഴും ആ സമാധാനം അമ്മ കൊടുത്തിട്ടില്ല, എന്നിട്ട് കൂടുതൽ ന്യായീകരിക്കാൻ പറ്റരുതെന്ന് പറഞ്ഞ് നല്ലത് രണ്ടെണ്ണം പറയുന്നുണ്ട് ബബിത വൈജയന്തിയെ. ഏതായാലും അത് കേട്ട് കഴിയുമ്പോൾ ഒരു ഒത്തിരി സങ്കടം വരുന്നുണ്ട് വൈജയന്തിക്ക്, മക്കളെല്ലാം തിരിഞ്ഞിരിക്കുവാണ് എന്ന് മനസ്സിലായി എന്ന് തോന്നുന്നു. പിന്നെ പോകുന്ന വഴിയിൽ ബാലേന്ദ്രൻ ആ സത്യം അലീനയോട് പറയുന്നു. അലീന ഭയങ്കര ഞെട്ടലോടെ സ്റ്റാൻലി എന്ത് പറഞ്ഞു എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞിങ്ങനെ ബാലേന്ദ്രൻ പറഞ്ഞ് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ യാത്രയിലാണ് ബാലേന്ദ്രൻ പറയുന്നത്, നിൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് തന്നെയാണ് നിന്നെ പറഞ്ഞു വിടുന്നത് എന്ന്. അതായത് അത് ഭയങ്കര ഷോക്കാണ് അലീനയ്ക്ക്. അലീന ഒട്ടും പ്രതീക്ഷിച്ചതല്ലല്ലോ ഇങ്ങനെ ഒരു കാര്യം. കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ ഞെട്ടി നിൽക്കുന്ന അലീനയെ കാണിക്കുന്നു.